ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി നേരെ ചായക്കടയിലേക്ക് വരിക. ആ സമയത്ത് ഭൂമി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നതും കാണുന്നുണ്ട്. ആ പോലീസ് എന്ന് പറഞ്ഞാൽ ആ ബോർഡ് നിലത്ത് വീണ് കിടക്കാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഭൂമിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. ഇപ്പോൾ 2 പോലീസുകാർ വന്നിട്ട് ഭൂമി ക്ഷമിക്കണം ഞങ്ങളോട്, CI സാറ് പറഞ്ഞത് കൊണ്ടിട്ടാണ് ആ പോലീസ് ബോർഡ് ഞങ്ങളെടുത്ത് താഴെ ഇട്ടത്. ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും ഭൂമി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല എന്നൊക്കെ പറയാണ്. ശരി സാറേ, ഒരുപാട് സന്തോഷമായി, നിങ്ങളൊക്കെ കൂടി എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നെ ഒന്ന് വിളിച്ച് പറയായിരുന്നു, ആ ഒരു കടമയെങ്കിലും നിങ്ങൾക്ക് ചെയ്യായിരുന്നു എന്ന് ഭൂമി പറയാം. എന്ത് ചെയ്യാനാണ്? ഭൂമി 2 ചായ എടുത്തുകൊണ്ട് വരണേ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി സാറേ, ചായ എടുത്തുകൊണ്ട് വന്നേക്കാം. അങ്ങനെ ഭൂമി ആകെ സങ്കടപ്പെട്ട് നേരെ പോലീസ് ഓഫീസറെ കാണാനായിട്ട് ചെല്ലുകയാണ്. സാറേ, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയി സാറേ, ഞാൻ ഈ ചായക്കട കൊണ്ടാണ് ജീവിക്കുന്നത്, നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനൊരു ക്രൂരത ചെയ്യണ്ടായിരുന്നു. ഭൂമി അറിഞ്ഞായിരുന്നു CI സാർ ഒരു കടുംപിടുത്തക്കാരനാണ്, അയാളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ അവസ്ഥയൊന്നും അയാൾ മനസ്സിലാക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് അയാളോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സാറേ, എന്നാലും സാറിന് അറിയാമായിരുന്നല്ലോ ഞങ്ങൾ ഏത് രീതിയിലാണെന്ന്. സാറിന് അറിയാൻ പാടില്ലാത്തൊരു ഭൂമിയുണ്ട്, കോളേജിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ച് ഭൂമിയാണ് ഞാൻ. പിന്നെ അതേപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടൊരു ഭൂമി, വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച ഭൂമി. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു സാറേ, പക്ഷേ അതൊന്നും നടക്കാതെ പോയി സാറേ. അതെല്ലാം എൻ്റെ തെറ്റല്ല, എൻ്റെ വിധിയാണ്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ലോകം, അവർ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരും ഉള്ളൂ സാറേ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ അച്ഛനെ ചോര ഛർദ്ദിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇനി ചികിത്സിക്കാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ പൈസ വേണം, അതിന് ഈ കട കൊണ്ടേ എനിക്ക് സാധിക്കുള്ളൂ സാറേ. അപ്പോൾ ദൈവത്തോർത്ത് ഞങ്ങൾ ഉപദ്രവിക്കാനായിട്ട് വരരുത് സാറേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഏതായാലും സംസാരിച്ച് നോക്കാം CI സാറോട്. ഏതായാലും ഭൂമി എടുത്ത് ആ ഒരു ബോർഡ് എടുത്ത് വീണ്ടും ഫിറ്റ് ചെയ്തോ, നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഭൂമിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, സമരം ചെയ്യണമെന്നേ. ഞാൻ ഏതായാലും ഒന്ന് CI സാറോടൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും CI ഇത് കാണുന്നുണ്ട് ഇവളങ്ങോട്ട് പോകുന്നതും. അപ്പോൾ ഈ പോലീസ് ഓഫീസർ നേരെ CIയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സാറേ, ഒരു കാര്യം പറയാനുണ്ട് സാറേ. എന്ത് കാര്യം? സാർ കാണിച്ചത് കുറച്ച് അടുത്ത കൈയായിപ്പോയി. ആ പാവങ്ങൾ അവിടെ ചായ വിറ്റാണ് ജീവിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ബോർഡ് എടുത്ത് മാറ്റണ്ടായിരുന്നു സാറേ. ഇതൊക്കെ അവളുടെ കുടുംബ സ്വത്താണ്. പോലീസ് സ്റ്റേഷനിൽ എഴുതി വെക്കുന്ന ചായക്കടയുടെ മുന്നിലാണ് എഴുതി വെക്കുന്നത്. അതൊക്കെ ആലോചിച്ചിട്ട് വേണ്ടേ തീരുമാനിക്കാനായിട്ട്. സാറേ, ഭൂമി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടിയുടെ ജീവിക്കുന്നത്. കുടുംബത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളൊക്കെയുണ്ട്, അതൊക്കെ മനസ്സിലാക്കി വേണം സാറേ അതങ്ങോട്ട് ജീവിച്ചു പോയിക്കട്ടെ. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. വേണ്ടി വന്നാലേ ആ കട വരെ ഞാൻ ഇടിച്ചു പൊളിക്കും, അതിനുള്ള പരിപാടികളെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞപ്പോഴേക്കും സാറേ, വേണ്ട സാറേ, നമ്മൾ അവരോട് ചെയ്യുന്നത് വളരെ ക്രൂരമായ കാര്യമാണ്. നമ്മൾ നിയമത്തിൻ്റെ രീതിയിൽ തന്നെയാണ്, ഒരാളെയും ദ്രോഹിക്കണമെന്ന് നമ്മുടെ മനസ്സിലില്ലല്ലോ. കുറ്റം ചെയ്യുന്നവരാരാണോ അവരെ ശിക്ഷിക്കേണ്ട ആവശ്യം മാത്രമല്ലേ നമുക്കുള്ളൂ. താനെന്താണ് എന്നെ നിയമം പിടിപ്പിക്കാൻ വേണ്ടി വരികയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇളം കൊടുത്ത് ഒട്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യം, നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കണ്ടേ. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലേ അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുള്ളൂ, അതിലിനി ഒരു ഇതും വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശരി സാറേ, ഇനി സാറിൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അങ്ങനെ ഈ പോലീസ് ഓഫീസർ നേരെ ഇറങ്ങി ഭൂമിയെ വിളിക്കുക. ഭൂമിയെ വിളിച്ചിട്ട് പറയണം, ഭൂമി, അമ്പിനും വില്ലിനും അടക്കാത്തൊരു രീതിയിലാണ് ആ CI സാർ എന്നോട് പെരുമാറിയത്, അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ, സമരം അങ്ങോട്ട് ആരംഭിച്ചോ, അല്ലാതെ ഇയാളെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ഇങ്ങനെ പറയാം. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ പാർട്ടിക്കാരെ മുഴുവനും വിളിച്ചു വരുത്തുകയാണ്. ഒരു കൊടി നിവർത്തി പിടിച്ച് അങ്ങോട്ട് തുടങ്ങി സമരം. അങ്ങനെ സമരം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ CI സാറും ബാക്കിയുള്ള പോലീസും കൂടി ഇറങ്ങി വരികയാണ്. എന്താണ് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. CI സാറ് മര്യാദ കാണിക്കണം, പാവപ്പെട്ടവരോട് ക്രൂരത കാണിക്കാനായിട്ട് പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് സാറേ മര്യാദ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെല്ലുവിളി നടത്തുകയാണ്. അപ്പോൾ പാർട്ടിക്കാരെല്ലാവരും കൂടി ഇളകിയിരിക്കുകയാണ്. പാർട്ടിക്കാരെന്തെങ്കിലും ഇടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CI സാറിനല്ല ഒരു പോലീസുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെ നമ്മുടെ ഭൂമി വിളിച്ച് പറയുകയാണ്, അമ്പലത്തിലൊരു സ്വർണ്ണക്കൊള്ള നടത്തി, അതിൻ്റെ പേരിൽ CI സാറ് പാർട്ടി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു, അവരെ പീഡിപ്പിച്ചു, അവരെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി തുടങ്ങി അവിടെ കാര്യങ്ങളെല്ലാം. ഇത് ന്യായമാണോ? ഞങ്ങളൊരു ചായക്കടയിട്ടു, അതിൻ്റെ മുന്നിലൊരു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ബോർഡും വെച്ച്, ആ ബോർഡ് എടുത്ത് കളയാനായിട്ട് ഈ CI സാർക്ക് എന്ത് അധികാരമുണ്ട്? ഇത് ന്യായമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലുമില്ല, ഇതൊരു ന്യായമായിട്ട് ഞങ്ങൾക്ക് കണക്ക് കൂട്ടാനായിട്ടേ പറ്റില്ല എന്നിങ്ങനെ അവരെല്ലാവരും പറയുകയാണ്. അപ്പോൾ ആ ബോർഡ് എടുത്ത് അങ്ങോട്ട് വെച്ചാലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ ബോർഡ് എടുത്ത് വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാർട്ടിക്കാരെ കൊണ്ട് തന്നെ നമ്മുടെ ഭൂമി ആ ബോർഡ് എടുത്ത് ആ ചായക്കടയുടെ ഫ്രണ്ടിൽ തന്നെ അങ്ങോട്ട് വെക്കുകയാണ്.
CA സാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ CA സാർ മറ്റുള്ള പോലീസുകാരോട് പറയണ്ട ലാത്തി ചാർജ് തുടങ്ങണോ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി സാർ. അങ്ങനെ ഈ സാറ് പതിയെ പോയി ഭൂമിയോട് പറയണം, അതേ ലാത്തി ചാർജ് ചെയ്യാനാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് പാർട്ടിക്കാരെയൊക്കെ ഒന്ന് ന്യൂട്രലിൽ പറഞ്ഞു വിട്ടോ, അല്ലെങ്കിൽ ഇവിടെ പണി പാളും. ശരി സാറേ എന്ന് പറയാം. അങ്ങനെ ഭൂമിയാണെങ്കിൽ അതെ എല്ലാവരും നിർത്തിക്കോ, അതെ നമ്മുടെ CA സാറ് ആരെയാണോ അറസ്റ്റ് ചെയ്തത് അവരോട് കാല് പിടിച്ച് മാപ്പ് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം. ആണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഭൂമിയും പറയുകയാണ്. എങ്കിൽ എല്ലാവരും പിരിഞ്ഞു പോയിക്കുമെന്ന് ചോദിച്ചപ്പോഴേക്കും പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ചായ കുടിച്ചിട്ട് പിരിഞ്ഞാലോ? എങ്കിൽ ചേട്ടാ പൈസയുണ്ടോ കയ്യിൽ? അത് പിന്നെ പാർട്ടി പ്രവർത്തകരല്ലേ, പൈസ ഇല്ലാതിരിക്കോ കയ്യിൽ? എങ്കിൽ പിന്നെ വാ ചേച്ചി എല്ലാവർക്കും ചായ എടുത്തോ. അങ്ങനെ എല്ലാവർക്കും ചായ എടുക്കുക ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ. പക്ഷേ നമ്മുടെ CA സാർക്ക് വേണമെങ്കിൽ മാത്രം ഭയങ്കരമായിട്ട് അരിശ്യം വരിക. അങ്ങനെ CA സാർക്ക് വല്ലാത്തൊരു അരിശമൊക്കെ അവിടെ വരികയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ CA സാറിൻ്റെ അമ്മാവനെയാണ്. അപ്പോൾ അമ്മാവനാണെങ്കിൽ അമ്മയോട് ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. എന്ത് പരിഹാരം? പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ, സാഗറിനെ കൊന്നത് ഞാനാണോ കൊന്നത്? അങ്ങനെ ആ പഴയ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണ്, ഞാനല്ല ഒരിക്കലും കൊന്നത്. അങ്ങനെ അവിടെ ഒരു വലിയൊരു ന്യൂസ് വരികയാണ്. 32 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു ന്യൂസ് വരിക. അപ്പോൾ ആ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു തിരിമറിവുകൾ സംഭവിച്ചു, മെഡിക്കൽ സ്റ്റോറിൽ അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സാഗറിൻ്റെ ഭാര്യയും കൂടി ഓടിപ്പാഞ്ഞ് വരിക. അപ്പോൾ നമ്മുടെ അമ്മാവനാണെങ്കിൽ പോലീസ് ഓഫീസറാണല്ലോ, ആ സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ളൊരു പോലീസ് ഓഫീസറാണ്. ആ സമയത്ത് ഈ ചേട്ടാന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. എന്താണ് ഈ കാണിക്കുന്നത്? നീ എന്താടാ കാണിച്ചു വിടുന്നത്? ചേട്ടാ ഒരു തെറ്റ് പറ്റി പോയി ചേട്ടാ, എല്ലാത്തിനും ഞാൻ മാപ്പ് പറയാൻ വേണ്ടി തന്നെ വന്നത്, ഞങ്ങളെ രക്ഷിക്കണം ചേട്ടാ, എന്നെ രക്ഷിക്കാതൊരു നിവൃത്തിയില്ല ചേട്ടാ. എടാ നിനക്ക് എൻ്റെ സ്വഭാവം നന്നായിട്ട് തന്നെ അറിയാലോ, ഞാൻ ആരാണ് എന്താണ് ഏത് നിയമം വിട്ട് ഒരു കളിയും കളിക്കില്ലെന്ന് പറയാൻ മനസ്സിലായില്ലേ ചേട്ടാ? ഞങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ചേട്ടാ, ഞാൻ പറഞ്ഞു പോയല്ലോ, എനിക്കിനി വേറൊരു നിവൃത്തിയില്ല. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആത്മഹത്യ വഴിയുള്ളൂ. പിന്നെ അറിയാലോ ചേട്ടാ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അനിയൻ ഇങ്ങനെ കാല് പിടിച്ച് കരഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മാവൻ്റെ മനസ്സങ്ങാട് മാറുകയാണ്. ചേട്ടൻ്റെ മനസ്സങ്ങാട് മാറിക്കഴിഞ്ഞപ്പോഴേക്കും നീ ഒരു കാര്യം ചെയ്യുക, നീ ഏതായാലും പിന്നീട് നമുക്ക് നോക്കാം, ഞാൻ നോക്കാം കാര്യങ്ങളൊക്കെ. ചേട്ടാ ഞാനിപ്പോൾ ഒളിവിലാണ്, അതുകൊണ്ട് ചേട്ടാ നീ ആദ്യം സറണ്ടർ ആവടാ, അതിനുശേഷം പോരെ ബാക്കിയുള്ള കാര്യങ്ങൾ. ചേട്ടാ അത് ശരിയാവില്ല ചേട്ടാ, ആകെ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ സറണ്ടർ ആയിട്ടുണ്ട് കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് സാർ, ചേട്ടാ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ചേട്ടാ. ശരി ഞാനൊന്നും പോയി അന്വേഷിക്കണം, നിങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് ഈ ഭാര്യ, അതായത് ഈ അനിയൻ്റെ ഭാര്യയാണെങ്കിൽ പുറത്ത് പോയി വന്നു കഴിഞ്ഞപ്പോൾ ഈ ബാത്റൂമിൽ കയറി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ സാഗർ ചത്ത് കിടക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പേടിച്ച് പറിച്ചിട്ട് ചേട്ടാന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു കരയുക. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പോലീസ് ഓഫീസർ വരികയാണ്. പോലീസ് ഓഫീസർ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ പരിച്ചത്, തനിക്ക് കാണോടോ, തനിക്ക് എന്താണെന്ന് കാണോടോ? അപ്പോൾ ഈ പെണ്ണും ആണെങ്കിൽ ചോരയെ കുഴിച്ച് നിൽക്കുന്ന ആ ഒരു രംഗം കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറ്റിയത്, കാണാം നിങ്ങളുടെ അനിയനെ നിങ്ങൾക്ക് കാണണ്ടേ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇവളാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചും ഇവനാണെങ്കിൽ ആകെ പിടിച്ചു. കാരണം ഇതിൽ വലിയൊരു ടെസ്റ്റ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇവൻ നോക്കുമ്പോഴേക്കും ഈ അനിയൻ്റെ ഭാര്യയാണെങ്കിൽ ചോരയെ കുഴിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. എങ്ങനെയാ ഭാര്യ ചോരയെ കുഴിച്ച് നിൽക്കുന്നു, സാഗർ മരിച്ചതിൽ ഇവൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് പോലുമാണ് ഇപ്പോൾ സംശയത്തിൻ്റെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.